കാർത്തിക്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം 10 ദിവസത്തിനുള്ളിൽ കേരള തീരത്തിന് സമീപം നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ് എന്നുള്ളതാണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരള തീരത്തിനോട് അത്രത്തോളം സമീപത്തല്ല ഈ അപകടം നടന്നത് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കൾ അത് അത്രത്തോളം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് ഇതിനോടകം നൽകിയിട്ടുമുണ്ട്. രാത്രി വൈകിയും തീ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നതും ആശങ്കയാണ്. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാദൗത്യം അതെങ്ങനെ പുരോഗമിക്കുന്നു ഈ ഘട്ടത്തിൽ? ഗുഡ് മോർണിംഗ് ആര്യ. വളരെ ദുഃഖകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. സിംഗപ്പൂർ കപ്പൽ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അസ്തമിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം ഇന്നലെ രാവിലെ 9:30 തീപിടുത്തമുണ്ടായി. ഏതാണ്ട് 21 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും പൂർണ്ണമായും കപ്പലിലെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ ദുഷ്കരമായ കാര്യം. രക്ഷാദൗത്യം അതീവ ദുഷ്കരമായി തുടരുകയുമാണ്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലാണ് നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾക്കടലിൽ തുടരുന്നത്. ഈ ദൗത്യം പ്രതിസന്ധിയിലാക്കുന്നത് ഈ കണ്ടെയ്നറുകളിൽ ഉള്ള സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ തന്നെയാണ്. തീ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നു. അടിക്കടി മറ്റ് കണ്ടെയ്നറുകൾ കൂടി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ കൂടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് സജേദ്, സമുദ്രപ്രഹരി എന്നീ കപ്പലുകളാണ്. ഇതുകൂടാതെ അർവേശ്, രാജ്ദൂത് എന്നീ കപ്പലുകൾ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. INSന്റെ നേവിയുടെ ഒരു കപ്പൽ കൂടി അല്പസമയത്തിനകം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കത്തുന്ന കപ്പലിനടുത്തേക്ക് നീങ്ങുക അസാധ്യമാണ്. അതാണ് നിലവിലെ സാഹചര്യം കൂടുതൽ പ്രതിസന്ധിയാകുന്നത്. മറ്റൊന്ന്, 4 പേരെ ഇന്നലെ തന്നെ കാണാതായിരുന്നു. അവരുടെ കാര്യത്തിലും ആശങ്ക തുടരുകയാണ്. ഇന്നലെ രാവിലെ 9:30 കൂടി ഈ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുമായി അതിൽ തീ അണയ്ക്കാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 4 നാവികരെയാണ്. ഇനിയും അവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. അവരുടെ കാര്യത്തിലും ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ഇവരിൽ 2 പേർ തായ്വാൻ സ്വദേശികളാണ്. ഒരാൾ ഇന്തോനേഷ്യൻ പൗരനാണ്, ഒരാൾ മ്യാൻമാർ പൗരനാണ്. ഇവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെയും ലഭ്യമല്ല. മാത്രമല്ല അത് പൂർണ്ണമായും കപ്പൽ കത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയുമാണ്. മറ്റൊന്ന്, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഏതാണ്ട് 25 കടലിൽ വീഴുന്നതായി ഇന്നലെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 40-ലധികം കണ്ടെയ്നറുകളിൽ ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളും അതോടൊപ്പം തന്നെ തീ പിടിക്കാൻ ശേഷിയുള്ള വസ്തുക്കളുമാണ്. ഇവ പരമാവധി തീരത്തേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് ടഗ് ബോട്ടുകളുടെ സഹായത്തോടു കൂടി ഈ കപ്പലിനെ കൂടുതൽ ആഴക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകണം. അതിനൊക്കെ സാധിക്കണമെങ്കിൽ ഈ തീ പൂർണ്ണമായും കെടുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും തീ അണയ്ക്കാനുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. അത് തീ എപ്പോൾ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നു അതിനുശേഷം മാത്രമേ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സാൽവേജ് ടീം അടക്കം അവിടേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. അതായത് സമുദ്രത്തിൽ ഏതെങ്കിലും തരത്തിൽ കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ, ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ ഏത് തരത്തിൽ നേരിടണം എന്ന് തീരുമാനിക്കുന്നത് ഈ സാൽവേജ് ടീമാണ്. അവർക്കാണ് കപ്പലിന്റെ ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷാദൗത്യം അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നലെ രാത്രിയിൽ കോസ്റ്റ് ഗാർഡിന്റെ സചേതും സമുദ്രപ്രഹരി എന്നും പറഞ്ഞ 2 കപ്പലുകൾ ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു. ബിക്കോസ് കണ്ടെയ്നേഴ്സ് ഒക്കെ രാത്രിയിൽ വിസിബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അവര് ഷിപ്പിന്റെ അടുത്തെത്തി കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഹൈ പ്രഷർ ജെറ്റ് ചെയ്യുന്ന വെള്ളം എന്നുള്ള സംവിധാനം ഉണ്ട് ഈ 2 ഷിപ്പുകൾ. അത് വെച്ച് അത് ഫുൾ നൈറ്റ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ഇപ്പോൾ രാവിലെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് ഏരിയൽ സർവൈലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫയറിന്റെ സ്റ്റേറ്റസ് എന്താണെന്ന്. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സമർത്ത് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഇന്ന് രാവിലെ സെയിൽ ഔട്ട് ചെയ്യും. ഒരു കമ്പനി ഒരു സാൽവേജ് നിയമിച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്പേർട്സുമായിട്ട് ഇൻസിഡന്റ് നടന്ന സ്ഥലത്തോട്ട് ഈ സമർത്ത് വന്ന ഷിപ്പ് കൊണ്ടുപോകും. INS സൂറത്ത് ഇന്ന് രാവിലെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഏരിയ ഓഫ് ഓപ്പറേഷനിലോട്ട് വരും. INS സത്ലജ് നേവിയുടെ ഷിപ്പ് ഇപ്പോഴും ആ ഏരിയയിൽ തന്നെ എൻഹാൻസ്മെന്റിന് വേണ്ടി സ്റ്റാൻഡ് ബൈ ആയിട്ട് അവിടെ നിൽക്കുന്നു. ശ്രീ അതുൽ, ഈ കാണാതായ 4 പേർ, അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ആസ് ഓഫ് നോ ഇല്ല. ഇന്നലെ രാത്രിയിൽ ബാക്കിയുള്ള ഷിപ്പുകളൊക്കെ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുവാണ് അവർക്ക് വേണ്ടി. ഓക്കെ അതുൽ, ഒരു കാര്യം കൂടി ശ്രീ അതുൽ, ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് ഈ കണ്ടെയ്നറിനുള്ളിലെ രാസപദാർത്ഥങ്ങൾ അത് അത്രത്തോളം
മയമുള്ളതാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രത്തോളം നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ്? ഇപ്പൊ കണ്ടെയ്നേഴ്സ് അതിനകത്ത് എത്ര എണ്ണം വെള്ളത്തിൽ വീണെന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എയർക്രാഫ്റ്റ്സിനും ഷിപ്പിലെ ക്രൂവിനും കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ ഇനി ഈ കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അതിലിപ്പോ അത് വെയിറ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് അവിടെ തന്നെ താഴെ മുങ്ങിപ്പോവാം. അതേ കണ്ടെയ്നേഴ്സിൽ ഇപ്പൊ എം ടി ആണെങ്കിലോ അതല്ലെങ്കിൽ സെമി ഫിൽഡ് ആണെങ്കിൽ ചിലപ്പോൾ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഫ്ലോട്ട് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് എവിടെ വരുന്നതെന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എത്ര കണ്ടെയ്നേഴ്സ് കരയിൽ വരുമെന്നോ അതല്ലെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോകുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ശ്രീ അതുൽ പിള്ള, ഇതിപ്പോൾ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? ആഴക്കടലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതാണല്ലോ ഈ ഫ്ലോട്ടിംഗ് ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. മോൺസൂൺ എപ്പോഴും നല്ല വർഷമുള്ളത്. പക്ഷെ നേവിയും കോസ്റ്റ് ഗാർഡും ഇതിനു വേണ്ടി ട്രെയിൻഡ്. ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഫുള്ളി ട്രെയിൻഡ്. സോ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഇത് വെച്ച് ബിക്കോസ് ഇന്നലെ രാത്രിയിൽ അവിടെ പോവാൻ വേണ്ടി ഞാൻ അത്രയും റിസ്ക് ആയിരുന്നു. ബിക്കോസ് അതിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നേഴ്സ് ഷിപ്പിന്റെ പ്രൊപ്പറിൽ ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ ആ ഷിപ്പിനും സേഫ് അല്ലായിരുന്നു. ബട്ട് ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കാനുള്ള അതിന്റെ കമാൻഡിംഗ് ഓഫീസേഴ്സിനും അതിന്റെ ക്രൂവിനും ഉണ്ട് ഈ കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെ ഷിപ്പ്. അതനുസരിച്ച് അവർ മുമ്പോട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് കമാൻഡർ അതുൽ പിള്ള ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളയാണ് നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു. VR കാർത്തിക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കാർത്തിക്, ഇതിപ്പോൾ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് PRO തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടുതൽ കണ്ടെയ്നറുകൾ ഫ്ലോട്ട് ചെയ്ത് തീരത്തേക്ക് വരാനുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ടഗ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് തടുക്കാനുള്ള ശ്രമങ്ങളും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡോണിയർ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ഈ സംഭവ സ്ഥലത്ത് ഒരു പെരിമീറ്റർ നിശ്ചയിക്കും. അതിനുള്ളിൽ ഈ കണ്ടെയ്നറുകൾ നിലനിർത്താനാണ് ശ്രമം. പക്ഷേ അതിനെല്ലാം സാധിക്കണമെങ്കിൽ കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്തേണ്ടതുണ്ട്. അത് ഈ ഘട്ടം വരെയും സാധിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മൺസൂൺ മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളുമൊക്കെ വടക്കൻ ജില്ലകളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ് പരമാവധി വേഗം തീ കെടുത്തുകയും അതോടൊപ്പം തന്നെ രക്ഷാദൗത്യം പൂർണ്ണമായി നടപ്പാക്കുകയും വേണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്നലെ അപകടമുണ്ടായി വൈകിട്ട് വരെയും സമുദ്ര ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയോടുകൂടി ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത്, അതായത് കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ തീരത്ത് തടയാനുള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കണ്ടെയ്നറുകൾ പരമാവധി തീരത്ത് അടിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതോടൊപ്പം തന്നെ മലിനീകരണം ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിലടക്കം സർക്കാർ ഗൗരവകരമായ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വരും മണിക്കൂറുകളിൽ കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകളും കൂടുതൽ സംവിധാനങ്ങളും അവിടേക്ക് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനും രക്ഷാദൗത്യം സമ്പൂർണ്ണമാക്കാനുമാണ് ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും രക്ഷാദൗത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം ചേർന്ന് പറഞ്ഞത്. അതോടൊപ്പം VR കാർത്തിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.